ബാക്ക് ടു എലാസ് കിച്ചൺ ആൻഡ് ബിയോണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിഷാണ്. എന്താണെന്നോ? ഓർസോ ആൻഡ് മഷ്റൂം പിലാഫ്. ഈ ഓർസോ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് പാസ്തയാണ്. പക്ഷെ ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അരി ഉണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. സാധാരണ ഇത് നമുക്ക് മഷ്റൂമിൻ്റെ കൂടെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഗ്രീൻ പീസ് ഉണ്ടല്ലോ അതും മഷ്റൂമും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കാം. അങ്ങനെ പല വിധത്തിൽ ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂമും ഗാർലിക്കും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് ഇത്. നമുക്ക് മെയിൻ ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പാസ്തയൊക്കെ കഴിക്കുമല്ലോ അതുപോലെ നമുക്ക് കഴിക്കാം. പിന്നെ അതിന് സൈഡായിട്ട് നമുക്ക് വേണമെങ്കിൽ സാൽമൺ ബേക്ക് ചെയ്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചിക്കനൊക്കെ ബേക്ക് ചെയ്ത് ഉപയോഗിക്കാം. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണ്. നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഈ ഓർസോ ആൻഡ് മഷ്റൂം പിലാവ് ഉണ്ടാക്കുന്നതെന്ന്. ഓർസോ ആൻഡ് മഷ്റൂം പിലാഫ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ്. ഇത് ഒരു 5 അല്ലെങ്കിൽ 6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ ഒരു ചെറിയ സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മഷ്റൂം വേണം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മിനി ബെല്ല മഷ്റൂമാണ്, അതായത് ബ്രൗൺ കളറുള്ള മഷ്റൂം. ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ മഷ്റൂം എടുത്താലും മതി. ഇതുകൊണ്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെക്കണം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ഒലിവ് ഓയിലാണ്. ഇതൊരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ മതി. ഇതില്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ കുറച്ച് ബട്ടർ വേണം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ്. പിന്നെ ഇതാണ് കേട്ടോ ഓർസോ. ഇതുകൊണ്ടാണ് നമ്മൾ ഈ പുലാവ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അരി പോലെ ഇരിക്കും അല്ലേ, നമ്മുടെ റൈസ് പോലെ ഇരിക്കും. പക്ഷേ ഇത് റൈസ് അല്ല കേട്ടോ, ഇതൊരു പാസ്തയുടെ ടൈപ്പിൽ പെടുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചിക്കൻ ബുള്ളിയോൻ. ഞാനിവിടെ 2 എണ്ണമാണ് ഉപയോഗിക്കുന്നത്. ഇതില്ലെങ്കിൽ നമുക്ക് ചിക്കൻ ബ്രോത്ത് അല്ലെങ്കിൽ വെജിറ്റബിൾ ബ്രോത്ത് ഉപയോഗിക്കാം. പിന്നെ നമുക്കൊരു 4 കപ്പ് വെള്ളം വേണം. ഞാനിവിടെ 2 കപ്പാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 2 കപ്പ് കൂടെ ആവശ്യമുണ്ട്. ഇനി നമുക്കിതങ്ങ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പം നമ്മൾ സ്റ്റവ് ഓണാക്കിയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ വെച്ചതിന് ശേഷം നമുക്ക് പാൻ ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പാനൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ആ ബട്ടറൊക്കെ ഒന്ന് ഉരുകാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതുകൊണ്ട് ഇപ്പം ബട്ടറൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് എണ്ണയും ആ ബട്ടറും ഒക്കെ ഇത് ചൂടായിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്യാനായിട്ട്, കാരണം അല്ലെങ്കിൽ വെളുത്തുള്ളി പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവോള ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. സവോളയ്ക്ക് പകരം ഷാലറ്റ്സ് ഉണ്ടല്ലോ, ചെറിയ ഉള്ളി, അതും നമുക്കിവിടെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിയും ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതൊക്കെ ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന മഷ്റൂം ഉപയോഗിക്കാം. അപ്പോൾ ഈ മഷ്റൂം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മഷ്റൂം ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നമ്മൾ അടച്ചൊന്നും വെക്കണ്ട കേട്ടോ. അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഒത്തിരി വെള്ളം വരും. അത് നമുക്ക് ആവശ്യമില്ല. നമ്മൾ ഇങ്ങനെ ഓപ്പണായിട്ട് തന്നെ നമുക്കിതങ്ങോട്ട് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഓർസോ ചെറുതായിട്ടൊന്ന് റിൻസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇതുപോലെയാണ് ഇതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് റിൻസ് ചെയ്ത് വെച്ചിരുന്ന ഓർസോ. അപ്പോൾ നമ്മൾ റിൻസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ റിൻസ് ചെയ്തില്ലെങ്കിൽ കുറച്ച് ഒരു സ്റ്റിക്നെസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് കഴുകി വെച്ചിരിക്കുന്നത്. കുതിരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് വെള്ളം ഇങ്ങ് ഒഴിച്ചു വിട്ടാൽ മതി. അപ്പോൾ നമ്മുടെ മഷ്റൂമൊക്കെ ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ നേരത്തെ റിൻസ് ചെയ്ത് വെച്ചിരുന്ന ഓർസോ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതോടെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് ഒന്ന് മൂക്കുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ മഷ്റൂമുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ ചിക്കൻ ബുള്ളിയൻ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഈ വെള്ളം എടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ചിക്കൻ ബ്രോത്തോ അല്ലെങ്കിൽ വെജിറ്റബിൾ ബ്രോത്തോ ഇതിന് പകരം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ 4 കപ്പോളം വെജിറ്റബിൾ ബ്രോത്ത് ഈ സമയത്ത് നമ്മൾ ഉപയോഗിക്കണം. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ അതിനകത്തേക്ക് ഇട്ടതിൻ്റെ വീഡിയോ മിസ് ചെയ്ത് പോയി. ഞാൻ നമ്മുടെ ഈ ഓർസോയുടെ മിക്സിനകത്തേക്ക് 2 ചിക്കൻ ബുള്ളിയൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇപ്പം വെള്ളം ഓൾറെഡി വറ്റിപ്പോയി. അപ്പോൾ ഇനി നമ്മൾ 2 കപ്പ് വെള്ളം കൂടെ ഇതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മൾ ഉപയോഗിക്കുന്നത് 4 കപ്സ് വാട്ടറാണ്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് പകരം നമുക്ക് 4 കപ്സ് ചിക്കൻ ബ്രോത്ത് അല്ലെങ്കിൽ വെജിറ്റബിൾ ബ്രോത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതോടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിനകത്ത് വേറെ ഉപ്പൊന്നും ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല, കാരണം ചിക്കൻ പുള്ളിയതിന് നല്ല ഉപ്പുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. ഇനി അത് നമുക്ക് മൂടി വെച്ച് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ നോക്കണം കേട്ടോ, കാരണം ഇതിനകത്ത് വെള്ളം പെട്ടെന്ന് വറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഇത് നമ്മൾ ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഇത് വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോഴത്തേനും കുറച്ച് കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു 1 പിഞ്ച് ഉപ്പാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അതോടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് ഇതിനകത്ത് ആഡ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഉപ്പാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എരിവ് ആവശ്യമാണെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി കേട്ടോ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ലാസ്റ്റ് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇതിനകത്ത് ഉപയോഗിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും. അതിനുവേണ്ടിയാണ് നമ്മൾ ബട്ടർ ഈ സമയത്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഓർസോ മഷ്റൂം പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മഷ്റൂമിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ് ഉപയോഗിക്കാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കതൊരു സെർവിങ് ഡിഷിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും മീറ്റോ അല്ലെങ്കിൽ സാൽമൺ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ്. ഇത് നല്ല ചൂടോടുകൂടി കഴിക്കേണ്ട ഒരു ഡിഷാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നല്ലൊരു വേറൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഓർസോ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് വിളമ്പി ഒന്ന് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. അപ്പം ഞാനിത് കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ, എങ്ങനെയാണ് നമ്മുടെ ഓർസോ ആൻഡ് മഷ്റൂം പുലാവ് ഉണ്ടാക്കുന്നതെന്ന്. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നില്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ സാധാരണ പാസ്തയുടെ സെഷൻ ഉണ്ടല്ലോ, അവിടെയാണ് ഇത് കാണുന്നത്. നമ്മൾ ഒരു പാക്കറ്റ് മേടിച്ചാൽ നമുക്ക് വീട്ടിൽ എല്ലാവർക്കും തന്നെ ഉപയോഗിക്കാൻ പറ്റും. അത്രയ്ക്കുണ്ട്, ഒരു കുറച്ച് എമൗണ്ട് ഉണ്ട് നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീണ്ടും അടുത്ത ആഴ്ച നമുക്ക് വേറെ വീഡിയോയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ ഫോർ നൗ.